നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണ്ണത്തിന്റെ വില കൂടിയിട്ടുണ്ട്. നാളെയും ഇത്തിരി കൂടെ കൂടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം 4400 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡോളേഴ്സിന്റെ കണക്കാണ്. സോ ഇത് കാരണം സ്വർണ്ണത്തിന്റെ വില ഇന്നും ഏറും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ആൻഡ് 15,589 ചെന്നിരിക്കുന്നു. സിൽവർ 255 എന്ന് പറയുന്നു. ഇതൊരു കഥയാണ്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 1,35,000 രൂപയാണ്. ഡോളർ 95.66 ആൻഡ് കച്ച എണ്ണ 93 ആണ്. ഇപ്പം ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇന്ത്യക്ക് ഭയങ്കര ഒരു പ്രഷറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഈ കച്ച എണ്ണയുടെ സിറ്റുവേഷൻ, അത് റഷ്യൻ ഓയിലിന് ഈ സാങ്ഷൻ പാസ്സായെങ്കിൽ ഈ പ്രഷർ ഇന്നും കുറച്ചും കൂടെ കൂടും. വളരെ പ്രഷറായിരിക്കും. ആകെ മൊത്തത്തിൽ നിഫ്റ്റി ഇന്ന് ഒരു 135 പോയിന്റ് ബ്രേക്കായി 24,200 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. സോ ഇതൊന്നിട്ട് ഒരു വലിയൊരു പ്രഷർ പോയിന്റ് ആണ്. 24,000 ബ്രേക്ക് ആയെങ്കിൽ ഈ 23,500 അകത്ത് ചെല്ലും. പക്ഷെ ആ ബാൻഡിൻ്റെ അകത്ത് തന്നെ ഇതിരിക്കും. ഇൻഡിപെൻഡൻസ് ഡേ ദിവസമായിട്ട് മാർക്കറ്റ് ഇവിടെ തന്നെ ഇരിക്കുന്നു. വലുതായിട്ട് റിട്ടേൺ ഒന്നുമില്ല. ഈ നിഫ്റ്റി 235 പോയിന്റാണ് അടി. ഇവിടെ ഫാർമ വന്നിട്ട് മൈൽഡ്ലി പോസിറ്റീവ് ആണ്. പക്ഷെ ഓട്ടോ വളരെ മൈൽഡ്ലി പോസിറ്റീവ് ആണ്. എല്ലാം നെഗറ്റീവിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കിന്റെ റൊട്ടേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ചില ദിവസങ്ങളിൽ ചിലത് മാത്രം കയറ്റുന്നു. പോസിസ് 2 ദിവസം കൊണ്ട് 2% താഴെ ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് 2ാമത് ദിവസമാണ് 2% ഇറങ്ങിയിരിക്കുന്നതിന്. ഈ വി സ്ലാബ് 1.5% ഏറിയിരിക്കുന്നു. മഹേന്ദ്രയും വിപ്രോയും 1.5% ഇറങ്ങിയിരിക്കുന്നു. ഗോൾഡ് ETF വേൾഡ് വൈഡ്, ഇന്ത്യ മാത്രമല്ല, 4 വാരം കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫർമേഷൻ വന്നിരിക്കുന്നു. സെൻട്രൽ ബാങ്ക് ഗോൾഡ് വാങ്ങുന്നു. ഇന്ത്യയിലും ചൈനയിലും മാത്രം $11 ബില്യൺ ഗോൾഡ് വാങ്ങിയിരിക്കുന്നു. UK-യിൽ $1.5 ട്രില്യൺ ആണ് വാങ്ങിയിരിക്കുന്നത്. ജപ്പാനിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ ഗ്രോത്ത് 1.1%-ലോട്ട് വന്നിരിക്കുന്നു. അവർ 2% എതിർനോക്കിയായിരുന്നു. ഇൻഫ്ലേഷൻ ചെന്നതിൻ്റെ ശേഷമുള്ള റിയൽ ഗ്രോത്ത് ആണ്. ജപ്പാനിൽ ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കുന്ന കാരണം 10-year ജാപ്പനീസ് ബോണ്ടിന്റെ ഈൽഡ് വന്നിട്ട് പൊതുവർഷത്തിൽ കാണാതെ അത്രയും, അതായത് 1996 മുമ്പ് ആ പീരീഡിൽ ഇരുന്നവരാണ്. 1996 മുമ്പ് മുക്കാവാസിയവർ ഈ ചാനൽ നോക്കുന്നവർ ആ സമയം ജനിച്ചിരിക്കില്ല. ജസ്റ്റ് പിറന്ന് കുറച്ച് ദിവസം എടുത്തിരിക്കും. 10 വയസ്സിൻ്റെ അകത്തിരിക്കും. ഒരു ഹിസ്റ്റോറിക്കലി പറയാൻ അത്രയ്ക്കുള്ള ഒരു ലെവലാണ്. മാർക്കറ്റിൽ വളരെ പ്രഷറിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സോ ജപ്പാൻ റേറ്റ് ഇൻക്രീസ് ചെയ്താൽ അമേരിക്കയ്ക്ക് പ്രഷർ വരും. അടുത്തത് ടോട്ടലായിട്ടുള്ള ടോപ്പ് 1000 സ്റ്റോക്സിൽ 600 സ്റ്റോക്സ് നെഗറ്റീവ് ട്രേഡിംഗ് ആണ്. വേറെ 400 സ്റ്റോക്സ് ആണ് പോസിറ്റീവ് റിട്ടേൺ പറഞ്ഞത്. ഇത് ഫുള്ളായിട്ട് പോസിറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല. 2026 ആദ്യത്തെ ജനുവരിയിലിരുന്ന് ഇതുവരയ്ക്കും ഇരിക്കുന്നതിൽ ഒരു 60% കാലിയാണ്. ഇതിൽ വേസ്റ്റ് വന്നിട്ട് സ്മോൾ ക്യാപ്പാണ്. പക്ഷെ എല്ലാവരും കൊണ്ട് ചെന്ന് സ്മോൾ ക്യാപ്പിലാണ് കാശ് ഇടുന്നത്. 70% താഴെ ചെന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വന്ന് പീക്കിലിരുന്ന് 10% താഴെ ഇറങ്ങിയിരിക്കുന്നു. സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് വന്ന്, അതായത് ഫോർവേഡ് ഏർണിങ്സ് 25 ടൈംസ് ട്രേഡ് ആകുന്നു. 22-23 ടൈംസ് TPF ട്രേഡ് ആകും. ഇത് കണക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് 10-year ആവറേജിനെ കാട്ടിലും വളരെ കൂടുതലാണ്. ഇത് മാർക്കറ്റ് കറക്ഷന് കറക്റ്റായിരിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ അടി വാങ്ങും. FCNRൽ ഒരു വലിയ ഗോട്ടാണ്. അതായത് FCNRൽ ഹെഡ്ജിങ് കോസ്റ്റിന് ഞങ്ങൾ എടുക്കുന്നു. ആഗസ്റ്റ് 4-ാം തീയതി എടുക്കുന്നതിൽ ഏതൊരു മാറ്റവുമില്ല. ഭയങ്കര സത്യമെന്നാണ് പറഞ്ഞ് കർപ്പൂരം അടിച്ച് ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 31 വരയ്ക്കും വരുന്ന എല്ലാ FCNRനെയും കോസ്റ്റിന് RBI എടുക്കും. ഇത് $50 ബില്യൺ താണ്ടിയ ഉടനെ പെട്ടെന്ന് ബൾട്ടി അടിച്ചു. ആഡ്ര രാമ എന്ന് പറഞ്ഞ ആടുന്ന പോലെ ഈ ബൾട്ടി അടിച്ചുകൊണ്ട് ഇനി ഇല്ല എന്നാണ് പറഞ്ഞു തീർക്കിയിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ജനുവരി മാർച്ച് വരയ്ക്കും ഡിനോമിനിലിരിക്കുന്നത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ 30-ൽ തന്നെ ബൾട്ടി അടിച്ചതുപോലെ പോലത്തെ ഒരു ബൾട്ടിയാണിത്. ഈ ബൾട്ടി എന്തുകൊണ്ട് വളരെ ഹിറ്റായി വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറിനെ നോക്കി തന്നെ ബോണ്ട് മാർക്കറ്റ് ഡിസൈഡ് ആവും. ഇന്റർനാഷണൽ ആൾക്കാരൊക്കെ ബോണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ആൾ ക്രെഡിബിളായിട്ടിരിക്കണം. ഇതുപോലെ ബൾട്ടി അടിക്കുവാണെങ്കിൽ അവരെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ മാർക്കാവും. ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് RBI അനൗൺസസ് ചെയ്ത ഉടനെ ബോണ്ടിൻ്റെ ഈൽഡ് പെട്ടെന്ന് കയറി 1 month ഏറി ആയിട്ട് മൂടിയ കാരണം ഈ ഇയർ ഗവൺമെൻറ് ഈൽഡ് 9 പുള്ളി ഏറിയിരിക്കുന്നു. അപ്പോൾ അത് വന്നിട്ട് 6.44 ആയിരിക്കുന്നു. 10-year ഈൽഡ് വന്നിട്ട് 6.80 ആയിരിക്കുന്നു. $52 ബില്യൺ വന്നതിന് ശേഷം കൂടെ ചെറിയ അടി വാങ്ങും. ഗോൾഡ്മാൻ സാക്സ് എന്ത് പറയുന്നു എന്നാൽ ഷെയറിലിരുന്ന് ഫെഡ് റേറ്റ് കയറ്റുമെന്ന് നിങ്ങൾ കോൺട്രഗെയിൻ കാൾ എടുക്കുന്നു. അതിൻ്റെ അകത്ത് അമേരിക്കൻ റിസഷൻ എക്കോണമി വരുന്ന കാരണം
ഏറ്റവും ഹൈക്ക് ചെയ്യൂല എന്നാണ് ഗോൾഡ്മൻ സാക്സ് പറഞ്ഞിരിക്കുന്നത്. ടാറ്റ സൺസ് ബോർഡ് ചില ഡയറക്ടേഴ്സ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ, നമ്മൾ ചന്ദ്രശേഖർ അടുത്ത് സംസാരിച്ച് നോക്കാം, റീകൺസിഡർ ചെയ്യാൻ പറയാം എന്നൊക്കെ അവർ പറയുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ന്യൂവൽ ടാറ്റ എന്ത് വിചാരിക്കുന്നു എന്നാൽ, TCS ഏജന്റിനെ ട്രക്ക് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ചന്ദ്രശേഖർ കുറച്ച് ദിവസത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും ഏജന്റിങ് റോബോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതും എക്സ്പെഷ്യലി സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു. എസ്പെഷ്യലി സ്പെഷ്യലൈസ്ഡ് ഏരിയയിലൊക്കെ കൊണ്ടുവരുമെന്ന് അറിയിച്ചായിരുന്നു. TTS വന്നിട്ട് ഡ്രഗ് ഡെവലപ്മെന്റ് ഫാർമ കമ്പനിയാണ്. പുതിയതായിട്ട് ഡ്രഗ് ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഏജന്റിനൊക്കെ AI സൊല്യൂഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു. കോപ്പറിന്റെ വിലയൊക്കെ കയറിയിരിക്കുന്നു. മാസം ഹൈ ആണ്. സപ്ലൈ ഇല്ല എന്ന കാരണത്താലാണ് ഏറിയിരിക്കുന്നത്. $10,310 നോക്കിയായിരുന്നു അവർ. ഇൻഡസ്ട്രിക്ക് കോപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയറിലിരുന്ന് എല്ലാം കോപ്പർ വെച്ചാണ് ചെയ്യുന്നത്. ലോഹത്തിൻ്റെ വിലവാശിയൊക്കെ ഏറും. ഇന്ത്യയിലും കൂടെ വിലവാശി കയറും. ITCയുടെ ഷെയർ ഇന്നലെ 2% വിളുന്നായിരുന്നു. 52 വീക്ക് ലോ ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു. മാർക്കറ്റിനും അതിൻ്റെ ഒപ്പം നെർവസ് ആയിരിക്കുന്നു. എന്തുകൊണ്ട് നെർവസ് ആയെന്ന് വെച്ചാൽ, സിഗരറ്റ് മാർക്കറ്റ് ഇവരെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റൂലയോ എന്നതിനെയും ITCനെ ഹിസ്റ്ററിയെക്കുറിച്ച് ഫുള്ളായിട്ട് നിങ്ങൾ അറിയുവാണെങ്കിൽ, 2001 ആശീർവാദ് ആട്ട ബ്രാൻഡിന് ലോഞ്ച് ചെയ്തായിരുന്നു. ആശീർവാദ് ബ്രാൻഡ് തുടങ്ങി 25 വർഷമായി. അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം ഈ ദിവസം ഒന്ന് വരുമെന്ന്. നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ പേടിക്കുവാണെങ്കിൽ സ്റ്റോക്കിലൊക്കെ ഇരിക്കാൻ പറ്റൂല. ITC വന്നിട്ട് ലാർജസ്റ്റ് പേപ്പർ കമ്പനിയാണ്. അതുപോലെ ലാർജസ്റ്റ് അഗ്രികൾച്ചർ എക്സ്പോർട്ട്, ഇന്ത്യസ് ലാർജസ്റ്റ് പാക്കേജ് ഫുഡ് മേക്കർ. 40% ഓഫ് ദി ITC ഹോട്ടൽസ് വച്ചിരിക്കുന്നു. സോ ഇതിനെ നോക്കി നിങ്ങൾ പേടിക്കുന്നതിൽ ഏതൊരു അർത്ഥവുമില്ല. ഫാർമയ്ക്ക് വേർഡിറ്റ് ഫേവറബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻറ്റി പെക് ലെജിസ്ലേഷൻ അമേരിക്കയിൽ ബിയോണ്ട് ജഡ്ജ്മെന്റിന്റെ മുകളിൽ ഇവർ കറക്റ്റായ ആൻറ്റി ഡ്രഗ് മറ്റവർ അതിർത്ത് വിടാതെ ബിസിനസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതിൽ ഇവരെ ജഡ്ജ്മെന്റ് വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ICICI ബാങ്ക് വന്ന് HDFC ബാങ്കിൻ്റെ ഒപ്പം പൊസിഷനെ തൂക്കിയിരിക്കുന്നു. അങ്ങനെ ഇതിൽ തൂക്കിയെന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഏത് കമ്പനിയാണ് ബാങ്കിൻ്റെ ഷെയർ ഒരുപാട് വച്ചിരിക്കുന്നു എന്ന് നോക്കിയാൽ, ICICI ബാങ്കിൻ്റെ ഷെയർ 2ാമത്തെ സ്ഥലത്തിലിരുന്നത് ആദ്യത്തെ സ്ഥലത്തിൽ ചെന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ വില കുറയാൻ വേണ്ടിയിട്ട് HDFC ബാങ്കിനെ മ്യൂച്വൽ ഫണ്ട്സ് വിൽക്കുന്നു എന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേവർ ആയിട്ടാണ് ഇരിക്കുന്നത്. യെസ് ബാങ്ക് മാർക്കറ്റിൽ തിരികെ വരുന്നു. എയർബോൺ ബോണ്ടായിട്ട് അറിയിച്ചതിന് ശേഷം ഇത് പ്രാവശ്യം 2020 ശേഷം മാർക്കറ്റിലോട്ട് വരുന്നു. 3 ഇയർ ഡോളർ ബോണ്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സബ്സ്ക്രൈബ് ആവുന്ന ഏത് ഇൻട്രസ്റ്റ് റേറ്റിലാണ് വെളി വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഇന്ത്യൻ IT സർവീസൊക്കെ സ്മോൾ ഡീൽ ബിഗ് ഡീലൊക്കെ വളരെ സ്ക്യൂസ് ആകുന്നു. ഈ ഓർഡർ വരുന്ന കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അസോസിയേറ്റ് ഡീലിനകത്ത് വരുന്നില്ല. ഏത്തരം ഹീറോയും എന്ത് പറയുന്നു എന്നാൽ, ഞങ്ങളെ സ്കൂട്ടർ സെയിൽസ് വളരെ നന്നാ പോകുന്ന കാരണം അഡീഷണൽ EV സോഫ്റ്റ്വെയർ ആൻഡ് അതർ പ്രമീസസ് വിൽക്കുന്നതിൽ ഞങ്ങൾക്ക് കാശ് വരുന്നു. പ്രാവശ്യം ഏത്തർ 170 കോടി രൂപ സോഫ്റ്റ്വെയർ ആൻഡ് അതർ സെയിൽസിൽ നിന്ന് വന്നിരിക്കുന്നു. ഇത് നോൺ വെഹിക്കിൾ സെയിൽസ് ആണ്. റിപ്പോർട്ടായിട്ടുണ്ട്. ഇത് ഫ്യൂച്ചേഴ്സിലൊക്കെ വളരെ ഒരു വലിയ ഏർണിംഗ് സ്ട്രീമായിട്ട് വരുമെന്ന് പറയുന്നു. ലാർസൻ ആൻഡ് ട്യൂബ്രോയിൽ ഓഫ് ഷോറിൽ, അതായത് കടലിൻ്റെ അടിയിൽ അവർ ഡ്രിൽ ചെയ്യുന്ന ഓർഡർ 15,000 കോടിക്ക് LNDക്ക് കിട്ടിയിരിക്കുന്നു. മുത്തൂറ്റ് ഫിൻകോർപ്പ്, അതായത് മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ കമ്പനി 40% ജോയിൻറ്റ് ലോൺ ഗ്രൂപ്പ്സ് ഇല്ലാതെ മറ്റ ആൾക്കാർക്കൊക്കെ ലോൺ കൊടുക്കാൻ പോകുന്നു. ATM ഫൗണ്ടർ ജയ് ശർമ്മ അവരുടെ സ്റ്റേക്കിന് കുറച്ച് വിറ്റ് 4,895 കോടി രൂപ കളക്ഷൻ നോക്കിയിരിക്കുന്നു. അവരും ദീപേന്ദർ ഗോയൽ പോലെ എപ്പോൾ പാരഷൂട്ട് കെട്ടാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നതാണ് $1 മില്യൺ ചോദ്യമായിട്ട് ഇരിക്കുന്നത്. മോട്ടോർ വിൽക്കുമ്പം എന്താണ് പേടിഎം വാങ്ങിയെന്നത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളെ പ്രശ്നമാണ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനുമായി അവരെയും തന്നെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കുള്ള കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും
ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും ₹99 മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.